നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമി UDFിലെ അദൃശ്യ കക്ഷിയാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വളരെ നേരത്തെ. യഥാർത്ഥത്തിൽ ഇത്തരം നിലപാട് തുടർച്ചയായി മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനവുമായി പരസ്യമായി കൈകോർക്കുന്ന UDFിൻ്റെ നിലപാട് മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണ്. ജമാഅത്തെ ഇസ്ലാമി ആയാലും അവരുടെ രാഷ്ട്രീയ രൂപമായാലും മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. UDFിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ പോലും അംഗീകരിക്കുന്ന നിലപാടല്ല കേവലം അധികാര കൊതിയുടെ ഭാഗമായി UDF എടുത്തിട്ടുള്ള ഈ തീരുമാനം. ഇത് ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കേരളത്തിൽ BJPക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള അവസരമൊരുക്കി കൊടുക്കുന്ന ബോധപൂർവമായ ശ്രമമാണ്. BJPയിലെ ഒരു വിഭാഗവുമായുള്ള ധാരണയുടെ ഭാഗമായി ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ, BJP പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് UDF നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. 2026 നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നിലവിലുള്ള സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടാൻ ഇത്തരം ധാരണകൾ കാരണമാകുമെന്നുള്ള കാര്യം സംശയമല്ല. ഒരു കടലാസിൽ എഴുതി വച്ചേക്ക്. UDFനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ UDFനെ കൈയൊഴിയാൻ ജമാഅത്തെ ഇസ്ലാമി UDF ബാന്ധവം കാരണമായി മാറും.